അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എയർ പൊല്യൂഷൻ. അതുപോലെ വേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര സ്മെല്ലെല്ലാം കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ നോയ്സിന്റെ പ്രശ്നം കൊണ്ട് ശരിയായി ഉറങ്ങാൻ പറ്റാതിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇതിലൂടെ ഒരു ചെറിയ പുഴയുണ്ട്. അപ്പോൾ ആ പുഴയിൽ പിന്നെ എപ്പോഴും വേസ്റ്റാണ്. ഈ നാട്ടിലെ ആൾക്കാർ തന്നെ, ജനങ്ങൾ തന്നെയാണ് അവരുടെ വീട്ടുകളിലെ വേസ്റ്റുകൾ അവർക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുഴയിൽ കൊണ്ടിടുക എന്നുള്ളതാണ്. ഭൂമി, സൗരയൂഥത്തിലെ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി. തൻ്റെ പ്രാണവായു പകർന്നുകൊടുത്ത് കൊച്ചു പുൽനാമ്പിനെ പോലും കരുതലോടെ പണിതെടുത്ത ഭൂമി, മനുഷ്യനുള്ള ദൈവത്തിൻ്റെ സമ്മാനം. മരങ്ങളും തടാകങ്ങളും പുഴകളും മരുഭൂമികളും മലകളും താഴ്വരകളും മണ്ണും ജലവും വായുവും ഒക്കെ ഭൂമിയെ മനോഹരമാക്കുന്നു, വാസയോഗ്യമാക്കുന്നു. എന്തിനേയും പ്രതിബിംബിപ്പിക്കുന്ന ജലാശയങ്ങൾ, മുകളിൽ മേലാപ്പു പോലെ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ ആകാശം. ഇങ്ങനെ നാം കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതുമായ എത്രയെത്ര കാര്യങ്ങൾ. എന്നാൽ മനുഷ്യനും പ്രകൃതിയും കൈകോർത്ത് നിൽക്കുന്ന സുന്ദര സുരഭിലമായ ഭൂമി ഇന്ന് സ്വപ്നങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. നമ്മളിങ്ങനെ മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ ഇതിൽ കൂടെ പോകുന്നതാണ്. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര സ്മെല്ലെല്ലാം കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ ഇതൊക്കെ ചെയ്യുന്നത്. വാഹനങ്ങളിൽ നിന്നുള്ള പുക, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുക എന്നിവ ഒരു വലിയ അളവിൽ മലിനീകരണത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ നോയ്സിന്റെ പ്രശ്നം കൊണ്ട് ശരിയായി ഉറങ്ങാൻ പറ്റാതിരിക്കുക. അതുകൊണ്ട് പിറ്റേന്നുള്ള അവരുടെ വർക്കിനെ തന്നെ അത് ബാധിച്ചു. ശരിയായ ഉറക്കം കിട്ടാത്ത ഒരാൾക്ക് പിറ്റേന്ന് അയാളുടെ അത് വർക്കിനെ തന്നെ അത് ഒരു ബുദ്ധിമുട്ടാവുകയും അങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തിനോട് പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. ആൾക്കാരായാലും കുറച്ച് അപ്പുറത്തു നിന്നുള്ള ആൾക്കാരായി കഴിഞ്ഞാലും വേസ്റ്റ് ഒക്കെ കൊണ്ട് തള്ളുന്നത് ഇവിടെയാണ്. ഇപ്പം എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയുന്നത് ഈ പുഴയിലാണ്. മേഖലയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ മണ്ണിനെ മലിനമാക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ലോകം ഇന്ന് പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. വളരുന്ന നഗരങ്ങളോ ഫാക്ടറികളോ സാമ്പത്തിക പുരോഗതി ജനങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം. എന്നാൽ അവ ഉണ്ടാക്കുന്ന മാലിന്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. വ്യവസായ മാലിന്യങ്ങളും കീടനാശിനികളും ജലാശയത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നതിലൂടെ തണ്ണീർത്തടങ്ങളിലും കായലിലും ശുദ്ധജല തടാകങ്ങളിലും ഓക്സിജൻ സാന്നിധ്യം അപകടകരമായ നിലയിൽ കുറയുന്നു. മലിനജലത്തിലൂടെ മാരകമായ വിഷാംശങ്ങളാണ് ഇന്ത്യയിലെ ഏകദേശം 46 ദശലക്ഷം ജനങ്ങളുടെ ശരീരത്തിലെത്തുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് ഇത് നയിക്കുന്നത്. ജൈവവ്യവസ്ഥയെ നിലനിർത്തുന്ന ഭൂമിയുടെ ആവാസ വ്യവസ്ഥകളായ സമുദ്രത്തിനും കാടിനും കൃഷിഭൂമിക്കും നാശം നേരിട്ടുകൊണ്ടിരിക്കുന്നു. പരസ്പരം ഇടകലർന്നു ജീവിക്കുന്ന ജൈവവ്യവസ്ഥയ്ക്ക് ആകമാനം ഉലച്ചിലുണ്ടാക്കുന്ന തരത്തിൽ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഭൂമിയും ആകാശവും എന്നേക്കുമുള്ളതാണ്. ഓരോ തലമുറയും ഓരോ ജീവജാലവും അതിൻ്റെ അവകാശികളാണ്. ഭൂമി മനുഷ്യന് വേണ്ടി മാത്രമാണ് എന്ന ഇടുങ്ങിയ ചിന്താഗതിയാണ് നമുക്കുള്ളത്. മാലിന്യം എന്നത് മനോജന്യമായ ഒന്നാണ്. മാലിന്യ വിമുക്ത ലോകത്തിനായി നാം ഓരോരുത്തരും കൈകോർക്കണം. ഉറവിടത്തിൽ തന്നെ നാം ശ്രദ്ധ കേന്ദ്രീകരിച്ചാലേ ഒരു ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി കഴിയൂ. അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളിൽ 75% ജൈവ മാലിന്യമാണ്. അതിനാൽ ബാക്കി വരുന്ന 25% മാത്രമാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇതിൽ 4% മാത്രമാണ് പ്ലാസ്റ്റിക്. ഈ 4% പ്ലാസ്റ്റിക് 75% ജൈവമാലിന്യത്തിൽ കൂട്ടിച്ചേർക്കുന്നതാണ് മനുഷ്യനും ഭൂമിക്കും വെല്ലുവിളിയാകുന്നത്. പച്ചക്കറി മാലിന്യങ്ങൾ മണ്ണിൽ കുഴിച്ചിടാം, ചെടികൾക്ക് വളമായി ഉപയോഗിക്കാം. ഇങ്ങനെ വരുമ്പോൾ മാലിന്യ കൂമ്പാരങ്ങൾ ഒഴിവാക്കാനാകും. പ്ലാസ്റ്റിക്
ഇന്ന് മനുഷ്യന് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. അതിനാൽ തന്നെ അനാവശ്യമായ ഇടങ്ങളിൽ പ്ലാസ്റ്റിക്കിന് പകരമായ സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം. സ്വന്തം സൗന്ദര്യത്തിനായി ലക്ഷങ്ങൾ ഉപയോഗിക്കുന്ന നമ്മൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന ഭൂമിയുടെയും പ്രകൃതിയുടെയും നന്മയും സൗന്ദര്യവും കളങ്കമാക്കുന്നു. ഭൂമിയുടെയും പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും നിലനിൽപ്പിനായി നമുക്ക് കൈകോർക്കാം.